ഹായ് ഹലോ. ഇന്ന് നിങ്ങളുമായിട്ട് പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് മൊത്തം മഴയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. വീട്ടിലൊന്ന് വന്നപ്പോഴേ മഴയായിരുന്നു. ഇതാണ് പ്രിൻസ്, നമ്മുടെ ഇംഗ്ലീഷ് ഫാമിലിയിലെ പുതിയൊരു മെമ്പറാണ്. വന്നിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ നല്ല നല്ല നമ്മളുമായിട്ട് അങ്ങ് ആയി പോകുന്ന ഒരു പയ്യനാണ്. അങ്ങനെ നമ്മൾ മഴയൊക്കെ കണ്ടിരിക്കുമ്പോൾ ദാ വരുന്നു നമ്മുടെ കാക്ക. നമ്മളെ കണ്ടപാടെ ഞങ്ങൾ പേടിച്ച് ഓഫീസിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ പണിയൊന്നും എടുക്കുന്നില്ല എന്നാണ് കാക്കയുടെ ഒരു സംസാരം. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസിൽ ക്യാബിനകത്തേക്ക് വിളിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് പാട്ടൊക്കെ ഇട്ട് തന്നു. കാക്ക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്, നമ്മൾ വർക്ക് സ്ട്രെസ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് അതൊന്ന് റിലീഫ് ആവാനായിട്ട് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് രീതിയിൽ നമ്മളിങ്ങനെ പാട്ടൊക്കെ കേൾപ്പിച്ച് തരാറുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. മഞ്ജുച്ചിയുടെ മകള്, അവളുടെ കുഞ്ഞ്, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇതാ വന്നു എൻ്റെ ഫേവറേറ്റ് സോങ്ങാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കുന്നത്. പക്ഷേ അത് ഈ ബാസിലും ഈ സൗണ്ട് ഇതിലൊക്കെ കേട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാക്ക ഇങ്ങനെ ഈ പാട്ട് ഇട്ട് തരാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയും 1-2 മെമ്പേഴ്സ് കുറവാണ്. അവരൊക്കെ 1-2 പേരൊക്കെ ഇനി എത്തിച്ചേരത്തേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഡെയിലി ഒരു തവണയെങ്കിലും എനിക്ക് ഈ പാട്ട് ഇട്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പക്ഷേ വേറെ പുറത്ത് ഞാൻ പോയിട്ട് നമ്മൾ ഫോണിലൊക്കെ പാട്ട് ഇടുമ്പോഴത്തേക്കും എനിക്ക് അത്രയും അങ്ങോട്ട് ഇത് ആവാറില്ല. അങ്ങനെ സമയം 1 2 2:30 2:30 മണി ആയപ്പോഴത്തേക്കും അതാ വരുന്നു പ്രിൻസ്. അപ്പോൾ ഇവർ ഫുഡ് മേടിക്കാനായിട്ട് പോയതാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ ഹോട്ടലുകളെല്ലാം അവധിയായതുകൊണ്ട് ഇവർ ഏതോ വമ്പിച്ച് എന്താ പറയുക ദൂരമൊക്കെ പോയിട്ട് എവിടെ നോക്കി ഫുഡ് ഒപ്പിച്ചിട്ട് വന്നതാണ്. അതാണ് ഈ 2:30 മണി സമയമായത്. അപ്പോൾ ഞങ്ങൾ വിശന്നാണെങ്കിൽ കുടലൊക്കെ കരിങ്ങി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മുന്നിലേക്ക് എന്ത് വരുന്നത്, ബിരിയാണി വരുന്നത്. മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പൊറോട്ട, ചിക്കൻ കറി, കുറുമക്കറി, അങ്ങനെ എന്തെല്ലാമോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് സെർവ് ചെയ്തു. 2:30 മണി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല. എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മഞ്ജുച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടിരുന്ന് നല്ല ജോളി അടിച്ച് കഴിച്ചു. ഈ 2:30 മണിക്കൊക്കെ വിശന്നിരുന്നിട്ട് ബിരിയാണി കഴിക്കണം, എന്താ ടേസ്റ്റ് എന്നറിയോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇരിക്കുന്ന എൻ്റെ മൂത്ത ഗ്രൂപ്പ്. നല്ല നല്ല സ്വഭാവം, നല്ല അക്രമമൊന്നുമില്ലാത്ത നല്ല പയ്യനായതുകൊണ്ട് തന്നെ ഓരോ ദിവസം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് വന്നത് സൈക്കിളിൻ്റെ ഇടയിലൊക്കെ കാല് പോയിട്ട് അത് ക്ലീൻ ചെയ്ത് അത് മരുന്ന് വെച്ചപ്പോഴത്തേക്കും കിടന്ന് കാണിക്കുന്ന പരാക്രമമാണ്. കുറേ അടി എനിക്കും കിട്ടി. അപ്പോൾ മരുന്ന് വെച്ചു. അത്യാവശ്യം നല്ല മുറിവുണ്ട് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, ആ തള്ള വിരലിൻ്റെ ഭാഗം കുറച്ചിങ്ങനെ തൊലി പോയി നല്ല രീതിയിൽ ആഴത്തിൽ മുറിവുണ്ട്. അപ്പോൾ അവന് മരുന്ന് എന്തെല്ലാമോ കൈ കിട്ടിയ മരുന്നൊക്കെ വെച്ച് കെട്ടിപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇളയ സന്ധ്യയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.